ഹലോ എവറിബഡി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ദ ചാനൽ എക്സ്പ്ലോർ എക്സ്ട്രീംസ്. ഇന്ന് ഞങ്ങൾ USA മിഷിഗൺ സ്റ്റേറ്റിലെ ഡിട്രോയിറ്റ് സിറ്റിയിൽ നിന്നും കാനഡയിലെ ക്യുബെക് പ്രൊവിൻസിലെ മോൺട്രിയോൾ സിറ്റിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ബോർഡർ ക്രോസിങ്ങും മറ്റുമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് മറ്റു വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതായതുകൊണ്ട് അതിൽ നമ്മൾ ഒരുപാട് സമയം കളയുന്നില്ല. നമ്മൾ നേരെ ലണ്ടൻ ഒണ്ടേരിയോ കാനഡയിൽ കയറി ലണ്ടനിൽ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാനായിട്ടൊന്ന് നിർത്തി. കൊച്ചിൻ ഡിലൈറ്റ്സ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നമ്മൾ സാധാരണ മിഷിഗണിൽ താമസിക്കുന്ന മലയാളികൾക്ക് നല്ല കേരള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഷിക്കാഗോയ്ക്ക് പോകണം 4 മണിക്കൂർ ഓടിച്ച്, അല്ലെങ്കിൽ ടൊറോണ്ടോ അല്ലെ കാനഡ ബോർഡറെങ്കിലും ക്രോസ് ചെയ്യണം. അപ്പോൾ പലപ്പോഴും നമ്മൾ കാനഡയ്ക്കൊക്കെ കയറുമ്പോഴത്തേക്കും നല്ല കേരള റെസ്റ്റോറൻറ്റ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കി വെക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കിട്ടുന്ന അവസരം നമ്മൾ മാക്സിമം മുതലാക്കും. ഇപ്പോൾ കൊച്ചിൻ ഡിലൈറ്റ്സിലാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. നല്ല കേരള സ്റ്റൈലും മട്ടൺ ബിരിയാണിയും അല്പം പൊറോട്ടയും ബീഫുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഡ്രൈവ് കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾ ഒണ്ടേരിയോ പ്രൊവിൻസിൻ്റെ ഒരു ഗ്രാമപ്രദേശത്തിൽ കൂടെ ഡ്രൈവ് ചെയ്തപ്പോഴാണ് നല്ല കൗതുകമുള്ള ഒരു കാഴ്ച കണ്ടത്. നല്ല ജയൻറ്റ് വീൽസ് ഉള്ളൊരു മോൺസ്റ്റർ ട്രക്ക്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഫാമിങ്ങിനോ മറ്റും യൂസ് ചെയ്യുന്ന ട്രക്കായിരിക്കും. എന്താണെങ്കിലും അത് വീഡിയോയിലൊന്ന് പകർത്തി. അങ്ങനെ ഞങ്ങൾ കാനഡയുടെ ഒണ്ടേരിയോ പ്രൊവിൻസ് കഴിഞ്ഞ് ക്യുബെക് പ്രൊവിൻസിലോട്ട്, ഒണ്ടേരിയോയുടെ നോർത്തിലുള്ള ക്യുബെക് പ്രൊവിൻസിലോട്ട് കയറുകയാണ്. അപ്പോൾ ഒണ്ടേരിയോ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രൊവിൻസ് ആണെങ്കിൽ ക്യുബെക്കിലോട്ട് കയറി കഴിഞ്ഞാൽ മുഴുവൻ ഫ്രഞ്ച് സ്പീക്കിംഗ് പ്രൊവിൻസ് ആണ്. അതുകൊണ്ട് തന്നെ റോഡിൻ്റെ ഡയറക്ഷൻസും സ്ഥലങ്ങളുടെ പേരും മറ്റുമൊക്കെ ഒരു ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഇവിടെ കാണാം. അപ്പോൾ വൈകിട്ടോട് കൂടി ഞങ്ങൾ മോൺട്രിയോളിൽ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അടുത്ത ദിവസം നമ്മൾ മോൺട്രിയോൾ സിറ്റിയൊക്കെ കാണാൻ തീരുമാനിച്ചു. ഞങ്ങളുള്ളത് കാനഡയിലെ ക്യുബെക് പ്രൊവിൻസിലെ മോൺട്രിയോൾ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കാനഡയിൽ തന്നെ ടൊറോണ്ടോ കഴിഞ്ഞ ഏറ്റവും വലിയ സിറ്റിയാണ് മോൺട്രിയോൾ. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം മോൺട്രിയോളിൽ വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് കുട്ടികളൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഉദ്ദേശം ഇവിടുത്തെ ബയോഡോം എന്ന സംഭവം ഒന്ന് കാണാനും, പിന്നെ ഒളിമ്പിക് വില്ലേജ് ഉണ്ട്. പണ്ട് ഇവിടെ ഒരു ഒളിമ്പിക്സ് നടന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒളിമ്പിക് വില്ലേജ് ഉണ്ട്. അതൊന്ന് കാണാനായിട്ടാണ് ഞങ്ങളിവിടെ വെൽക്കോമിൻസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ചെക്ക് ഇൻ ചെയ്തത്. ഇന്നലെ ചെക്ക് ഇൻ ചെയ്തു. ഇന്ന് ഫുള്ള് ഇവിടെ നിന്ന് കറങ്ങാനുള്ള പ്ലാനാണ്. പിന്നെ നമുക്ക് നാളെ തിരിച്ചു പോകാനാണ് പ്ലാൻ. അപ്പോൾ 2 നൈറ്റ്. അപ്പോൾ മൂത്ത 2 കുട്ടികൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. ഇളയ 2 പേര് വണ്ടിക്കകത്താണ്. അപ്പം ബെറ്റിയും വണ്ടിക്കകത്താണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ മോൺട്രിയോൾ എന്ന് പറഞ്ഞ ഈ പട്ടണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാനഡയുടെ രണ്ടാമത്തെ ഏറ്റവും ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കിയാലും പോപ്പുലേഷൻ ഡെൻസിറ്റി വെച്ച് നോക്കിയാലും കാനഡയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പട്ടണമാണ് ഇപ്പോൾ മോൺട്രിയോൾ. 19-ാം നൂറ്റാണ്ടുകളിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ഭൂരിഭാഗം സമയത്തും മോൺട്രിയോൾ ആയിരുന്നു കാനഡയുടെ ഏറ്റവും വലിയ സിറ്റി, ഏറ്റവും വലിയ എക്കണോമിക് ആൻഡ് കൾച്ചറൽ സെൻറ്റർ ഓഫ് കാനഡ എന്നറിയപ്പെട്ടിരുന്ന പട്ടണമായിരുന്നു ഇത്. പിന്നെ ഏകദേശം 1960-കൾക്ക് ശേഷം ടൊറോണ്ടോ വളരെ വേഗം വളർന്ന് ഇമിഗ്രേഷനും കാര്യങ്ങളും ഒക്കെ കാരണം ഒണ്ടേരിയോ പ്രൊവിൻസിലെ ടൊറോണ്ടോ വളരെ വേഗം വളർന്ന് മോൺട്രിയോളിനെ ഓവർകം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഈ സിറ്റി കൂടി പാസ് ചെയ്യുമ്പോൾ ഒരുപാട് ചരിത്ര പ്രധാനമായ സിറ്റി ആയിരുന്നു ഇതൊരു കാലത്ത് എന്ന് നമുക്ക് അനുഭവപ്പെടും. ഈ സിറ്റിയിൽ കൂടുതൽ ഫ്രഞ്ച് പോപ്പുലേഷൻ ആയിരുന്നതുകൊണ്ടും ഈ സിറ്റിയുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഫ്രഞ്ച് ആണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പല ആൾക്കാർക്കും നമ്മൾ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് പിടികിട്ടാത്തതായിട്ട് നമുക്ക് തോന്നും. ഈ സിറ്റിയിലെ ഏറ്റവും നമ്പർ 1 ലാൻഡ്മാർക്കായ ഒളിമ്പിക് സ്റ്റേഡിയമാണ് നമ്മൾ ഈ കാണുന്നത്. 1976 സമ്മർ ഒളിമ്പിക്സ് ഇവിടെയാണ് നടന്നത്. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 1 വരെയായിരുന്നു ഇത്. ഈ സ്റ്റേഡിയത്തിന് ഒരു നിക് നെയിം ഉണ്ട്. ഇതിന് ബിഗ് ഒ എന്നാണ് അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ആ മേളിൽ കാണുന്ന ലീനിങ് ടവർ, ഈ ലാൻഡ്മാർക്കിൻ്റെ ആ പ്രത്യേകതയായ ലീനിങ് ടവർ ആ ഒളിമ്പിക്സിൻ്റെ ടൈമിലല്ല ഇത് കൺസ്ട്രക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് അതിൻ്റെ ശേഷം ഈ സ്റ്റേഡിയം റീയൂസ് ചെയ്യാനും മറ്റ് ടൂറിസ്റ്റ് അട്രാക്ഷനും വേണ്ടിയാണ് അത് കുറേ വർഷങ്ങൾക്ക് ശേഷം കംപ്ലീറ്റ് ചെയ്തതാണ്. ഈ സമ്മർ ഒളിമ്പിക്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1976 സമ്മർ ഒളിമ്പിക്സ് ഒരു രീതിയിലും കാനഡയ്ക്കൊരു നല്ല ഒരു ഇവൻ്റ് അല്ലായിരുന്നു. ഈ മോൺട്രിയോൾ എന്ന പട്ടണം ഒരുപാട് കടത്തിൽ കയറാനും അതുമാത്രമല്ല കാനഡയ്ക്ക് ഒരു ഗോൾഡ് മെഡൽ പോലും സമ്മാനിക്കാത്ത ഒരു ഒളിമ്പിക്സ് ആയിരുന്നു 1976 സമ്മർ ഒളിമ്പിക്സ്. പിന്നീട് ഈ മോൺട്രിയോൾ പട്ടണത്തിൻ്റെ തന്നെ ഒരു തകർച്ചയ്ക്കും അതുവഴിയായി ടൊറോണ്ടോയുടെ ഒരു പുരോഗതിക്കും കാരണമായ ഒരു ഒളിമ്പിക്സ് ആയിരുന്നു ഇത്. ഒളിമ്പിക്സിൻ്റെ കടങ്ങൾ വീട്ടാനായിട്ട് ഏകദേശം 30 വർഷത്തോളം എടുത്തു. അതായത് ഏകദേശം 2006 കൂടിയൊക്കെയാണ് ഈ സിറ്റി ആ കടങ്ങളൊക്കെ കൊടുത്തു തീർത്തതെന്നാണ് കേട്ടത്. ഇവിടെ ഒരു ഗൈഡഡ് ടൂർ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളത് എടുത്തില്ല. കാരണം ആ മേളിലത്തെ ആ ലീനിങ് ടവറിൻ്റെ മേളിലോട്ട് പോകാനൊക്കെ പണ്ട് അനുവാദം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കൺസ്ട്രക്ഷനൊക്കെ കാരണം അത് അനുവദിക്കുന്നില്ല എന്നാണ് കേട്ടത്. അപ്പോൾ അത് ജസ്റ്റ് നമ്മളിവിടെ ഒന്ന് കയറി ഇറങ്ങി പോകുന്നു.
ഇതിപ്പം ആ ഒരു കോംപ്ലക്സ് ആണ്. ബയോഡോം, അതുപോലെ ഒളിമ്പിക് വില്ലേജ്, ഇതെല്ലാം ഇവിടെ അടുത്തടുത്തായിട്ടാണ്. അപ്പം നമ്മൾ ബയോഡോമാണ് ആദ്യമേ കയറാൻ പോകുന്നത്. അതിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു ഓൺലൈനിൽ. അപ്പോൾ ബയോഡോമിൻ്റെ അകത്ത് കയറി അതിൻ്റെ ദൃശ്യങ്ങളാണ്. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ട് ക്യൂ ഒക്കെ അവോയ്ഡ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് കയറി വരാം. ഇൻ കേസ് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ ഒരു ചെറിയ ക്യൂ ഉണ്ട്. ഈ ബയോഡോമിൽ നമ്മൾ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുറകെ കാണുന്ന പോലെ ഈ ബ്ലൂ സ്ക്രീൻസില്ലേ, അതുപോലത്തെ 3 ടൈപ്പ് ഫോറസ്റ്റ് ആണുള്ളത്. ഒന്ന് മേപ്പിൾ ഫോറസ്റ്റ്, അത് മേപ്പിൾ ഫോറസ്റ്റ്, ഇത് സബ് ട്രോപ്പിക്കൽ റീജിയൻ, പിന്നെ ഇപ്പോൾ നമ്മൾ വേറൊന്ന് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ ഇതൊരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഈ ഡോമിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കയറുമ്പോൾ ക്ലൈമറ്റ് തന്നെ കൺട്രോൾ ചെയ്തിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇതിൻ്റെ ഗന്ധം ഇങ്ങനത്തെ എല്ലാം നമ്മൾ ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് കയറി ചെല്ലുമ്പോഴത്തേക്കുള്ള ഹ്യൂമിഡിറ്റി, ഒരു ചെറിയൊരു ചൂട്, പിന്നെ ഒരു ഗന്ധം, അതായത് എന്താ പറയുന്നത്, കേരളത്തിലൊക്കെ കൊടുങ്കാട്ടിൽ പോകുമ്പോൾ നമുക്കൊരു കാടിൻ്റെ മണയും അതുപോലെ അതെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടാ തോമോ? എങ്ങനെയുണ്ട് ബയോഡോം? ഞങ്ങളിപ്പോൾ ഇവിടെ ബയോഡോമിൻ്റെ ഏറ്റവും മുകളിലാണ്. ഇവിടുന്ന് നമുക്ക് താഴോട്ട് നല്ല വ്യൂ കിട്ടും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, പണ്ട് നെബ്രാസ്കയിൽ ഉള്ള ഹെൻറി ഡൂർലി സൂവിൽ നമ്മൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അത് കണ്ട ഒരാൾ എന്ന നിലയിൽ ഇത് അത്ര വലിയ സംഭവമല്ല, പക്ഷേ ഒരു മോൺട്രിയോളിൽ വിസിറ്റ് ചെയ്യുന്നത് ഒരാൾക്ക് ബയോഡോം ഒരു മസ്റ്റ് വാച്ചാണ്. ഇതൊരു ഡോമാണ്, അതിനകത്ത് കുറേ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് അതുപോലെ ആനിമൽസിനെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്യും. നല്ല റിവ്യൂസ് ഉള്ള സ്ഥലമാണ്. മോൺട്രിയോളിൽ വരുവാണെങ്കിൽ ഫാമിലി ആയിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ്. സബ്പോളാർ റീജിയൻ, അതായത് നല്ല ഐസ് കോൾഡാണ്. ഇതിൻ്റെ ഭിത്തിയൊക്കെ നമുക്ക് നല്ല ഐസ് പോലെയാണ് ഭിത്തി. കണ്ടില്ലേ, ആൾക്കാരൊക്കെ കൈവച്ചത് ഐസ് മെൽറ്റായി. What's that guy doing up there? That guy's literally doing it. No. And that guy's trying to escape. That dude's trying to escape.
സബ്പോളാർ റീജിയൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഡോമാണ്. നമ്മുടെ ട്രോപ്പിക്കൽ ഫോറസ്റ്റിനേക്കാളും അല്പം കൂടെ ചെറുതാണ്. ഇവിടെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഇതിൻ്റെ ക്ലൈമറ്റ് ബേസിക്കലി കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറേ പെൻഗ്വിൻസ് ഒക്കെ ഉള്ള ഒരു ഏരിയ കാണിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ക്വിക്കായിട്ടൊന്ന് ടൂർ ചെയ്യാനായിട്ട് നല്ലതാണ്. സബ്പോളാർ റീജിയൻസ് ആ ഡോം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെങ്ങോട്ടല്ല ചെയ്യാനാ പോകുന്നത്? മേപ്പിൾ ഫോറസ്റ്റ്. ആ റീജിയൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഗ്രീനിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് ഇവരുദ്ദേശിക്കുന്ന ഫോറസ്റ്റിൻ്റെ ലൊക്കേഷൻ. ഈ മേപ്പിൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയായിരിക്കും, കാനഡയുടെ ഫ്ലാഗിലുള്ള സിമ്പിൾ തന്നെ മേപ്പിൾ ലീഫാണ്. അപ്പോൾ ഈ മേപ്പിൾ ട്രീസ് അല്ലെങ്കിൽ മേപ്പിൾ ഫോറസ്റ്റ് കാനഡയിൽ ഒരുപാട് കണ്ടുവരുന്ന ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രകൃതി ടൈപ്പാണ്. അതായത് മേപ്പിൾ ഫോറസ്റ്റിൻ്റെ ഈ ഡോം ഉണ്ടാക്കാൻ ഞാൻ പറയുകയാണെങ്കിൽ ഇവർക്ക് ഒരുപാട് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യേണ്ട വരുന്നില്ലായിരിക്കാം. എന്നാലും ഇതെല്ലാം വെൽ ക്ലൈമറ്റ് കൺട്രോൾഡാണ്. എൻ്റെ പുറകിൽ കാണുന്നത് മേപ്പിൾ ട്രീസാണ്. അപ്പോൾ കാനഡയ്ക്ക് ഒരുപാട് കണക്ഷൻ ഉള്ള ഒരു ട്രീ ആണ് ഈ മേപ്പിൾ ട്രീ. മേപ്പിൾ സിറപ്പ് ഇവരുടെ ഒരു തേൻ പോലെ ഇരിക്കുന്ന മേപ്പിൾ ട്രീയിൽ നിന്ന് വരുന്ന സാപ്പ് എടുത്ത് അവർ ഫുഡിന് യൂസ് ചെയ്യും. അത്യാവശ്യം സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. അതുപോലെ മേപ്പിൾ ലീവ്സ് ഇവർ കൂടുതലും അവരുടെ ഫ്ലാഗിലും ഒക്കെ മേപ്പിൾ ലീവ്സ് ആണ്. അപ്പോൾ അറിയാമല്ലോ, അവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് മേപ്പിൾ ട്രീ. അപ്പോൾ പറഞ്ഞ പോലെ ഇത് കാനഡയിലെ തനതായ ഒരു ലാൻഡ്സ്കേപ്പാണ്. കാനഡയിൽ നമ്മളൊരു ട്രെക്കിങ്ങിനോ അല്ലെങ്കിൽ ഒരു ബൈക്കിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ കാണുന്ന അതേ ഒരു ലാൻഡ്സ്കേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ആക്ച്വലി സ്ഥലം മോൺട്രിയലാണ്, കാനഡയിൽ തന്നെയാണ്. അതുകൊണ്ട് അവർ ഡോമിനകത്ത് ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കീഷ, ക്ലരീസ, ക്ലാരക്കുട്ടി. ഈ ബയോഡോമിൽ വന്നു കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, മേപ്പിൾ ഫോറസ്റ്റ്, പിന്നെ സബ്പോളാർ റീജിയൻ. ഇതിൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ് ഇച്ചിരി കാണാനുള്ളത്. ബാക്കി മേപ്പിൾ ഫോറസ്റ്റും സബ്പോളാർ റീജിയനും അത്യാവശ്യം ചെറിയ ഡോമാണ്. എന്നാലും ഇറ്റ്സ് വർത്ത് വിസിറ്റ്. ഒരു 1 മുതൽ 2 മണിക്കൂർ വരെ ടൈം എടുത്ത് ഇതൊന്ന് കാണാൻ നല്ല യൂസ്ഫുൾ ആണ്. Drown it. And a fish. Stop. Fishing. What's that giant sea lion? I think that's a sea lion. Yeah. There's sea lion. There's a giant sea lion down there. ഇത് തിരക്കേടില്ല, അത്യാവശ്യം കണ്ടു തീർക്കാനുള്ളതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓൾമോസ്റ്റ് കഴിയാറായി. നമ്മൾ മോൺട്രിയൽ ഡൗൺ ടൗണിലെ സബ്വേ അല്ലെങ്കിൽ മെട്രോ ട്രെയിൻ പിടിച്ച് ഒന്ന് യാത്ര ചെയ്തതാണ്. ഡൗൺ ടൗണിൽ പോയി എന്നിട്ട് ഞങ്ങളിപ്പം തിരിച്ച് പോവുകയാണ് നമ്മുടെ ബയോഡോമിലോട്ട്. അവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്, ഒളിമ്പിക് വില്ലേജ് അല്ലെങ്കിൽ ബയോഡോം. അടുത്ത സ്റ്റോപ്പാണ്. മെട്രോ റൈഡ് ഏകദേശം കഴിയാറായി. ഒരു 10-12 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. മഗ്ഗിൽ അതായത് ഡൗൺ ടൗണിൻ്റെ മഗ്ഗിൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് 519 എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലേക്കാണ് നമ്മുടെ ബയോഡോം ഇരിക്കുന്ന സ്ഥലത്തേക്ക്. അവിടെ നമ്മുടെ വണ്ടി എടുക്കുന്നു, പോകും. അങ്ങനെ നമ്മൾ മെട്രോയ്ക്ക് ഇറങ്ങി ഒളിമ്പിക് പാർക്കിൽ നമ്മുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഈ മോൺട്രിയോൾ പട്ടണത്തിനെ കുറിച്ച് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഒത്തിരി പെഡസ്ട്രിയൻ അല്ലെ ബൈക്കിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിറ്റിയാണ്. ഇത് കണ്ടില്ല, ഈ പോകുന്നതാണ് സ്ട്രീറ്റ്.
ഈ പോകുന്നതാണ് നടക്കാനും ആൾക്കാർക്ക് സൈക്കിൾ ചവിട്ടാനും ഉള്ള സ്ഥലം. അത്യാവശ്യം വളരെ പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പാർക്കിങ്ങിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് വണ്ടി എടുക്കുന്നു, നേരെ ഹോട്ടലിലോട്ട് വിടുന്നു. അപ്പോൾ അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ഡേ ഇൻ മോൺട്രിയോൾ കഴിഞ്ഞിരിക്കുകയാണ്. മോൺട്രിയോൾ അത്യാവശ്യം ഞങ്ങൾ ഇതിനു മുമ്പ് നമ്മുടെ കത്തീഡ്രൽ ഒക്കെ കണ്ടു കഴിഞ്ഞു. അതൊക്കെ ഒരു മേജർ അട്രാക്ഷൻ ആണെങ്കിൽ ഇന്ന് നമ്മൾ ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ടും മെയിനായിട്ട് പിള്ളേരെ ഒന്ന് ഹാപ്പി ആക്കാനായിട്ടുള്ള ട്രിപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് ശരിക്കും എൻജോയ് ചെയ്തത് ബയോഡോമും ഒളിമ്പിക് വില്ലേജും ആയിരുന്നു. പിന്നെ ഡൗൺ ടൗണിൽ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫുഡൊക്കെ ഇവിടുത്തെ തനതായ ഫുഡൊക്കെ കുറച്ച് ട്രൈ ചെയ്തു. അതായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പം നമ്മുടെ ഹോട്ടലിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഹോട്ടലിൻ്റെ പേര് ആ പുറകിലെ ബോർഡിൽ കാണുന്ന പോലെ ഹോട്ടൽ വെൽക്കം ഇൻസ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ ചെറിയ ചെറിയ ട്രിപ്പാണെങ്കിലും വലിയ വലിയ ട്രിപ്പാണെങ്കിലും നമ്മൾ എന്താ പറയുന്നത്, ലൈഫ് ഈസ് ഓൾ അബൌട്ട് എക്സ്പ്ലോറിങ്. അപ്പോൾ എക്സ്പ്ലോർ ഗൈസ്. ജയ്ക്കു, ലിയാന, തുമ്മു, ഹൗ വാസ് എ ഡേ ഇൻ മോൺട്രിയോൾ? ഗുഡ്. അപ്പോൾ ബൈ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യം മെൻഷൻ ചെയ്യാനായിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് സുപരിചിതമായിരിക്കും ചട്ടിച്ചോറ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചട്ടിച്ചോറ് ട്രൈ ചെയ്യുന്നത്. മോൺട്രിയോളിൽ നിന്ന് ഞങ്ങൾ മിഷിഗണിലേക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സാർണിയ ബോർഡർ എത്തുമ്പോഴത്തേക്ക് അവിടെ ഒരു എബനൈസർ എന്ന് പറഞ്ഞൊരു കേരള റെസ്റ്റോറൻറ്റിൽ ഞങ്ങളൊരു ചട്ടിച്ചോറ് ഓർഡർ ചെയ്യാനിടയായി. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ചട്ടിക്കകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓംലേറ്റ്, മീൻകറി, ബീട്രൂട്ട് തോരൻ, മത്തി വറുത്തത്, പിന്നെ തേങ്ങായോ മാങ്ങാ ചമ്മന്തിയോ അങ്ങനെ അതിൻ്റെ ഒരു ചമ്മന്തി, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ പറയാൻ വിട്ടുപോയി, ചോറിൻ്റെ കൂടെ ബീഫ് ഉലത്തിയതാണെന്ന് തോന്നുന്നു, ബീഫ് ഫ്രൈ, ബീഫ് ഉലത്തിയത്, അങ്ങനത്തെ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചേട്ടനോട് ഞാൻ ആദ്യമേ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലിരുന്ന ചേട്ടനോട് നമ്മൾ ഒരു ചട്ടിച്ചോറ് പാഴ്സൽ എടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് ചട്ടിച്ചോറ് നമുക്ക് പാഴ്സൽ എടുത്താൽ അത് പൊതിച്ചോറായി മാറും. കാരണം ചട്ടിക്ക് തന്നെ ചട്ടിച്ചോറിൻ്റെ 3 ഇരട്ടി വിലയാണ് കാനഡയിലെ സിസ്റ്റം അനുസരിച്ച്. അപ്പോൾ എനിക്ക് ലോജിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ച് എൻജോയ് ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ മലയാളികളിൽ നിങ്ങൾ അല്പം ഫുഡ്, ട്രാവല്, ഓഫ് റോഡിങ്, മോട്ടോർ സൈക്കിൾസ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇരിക്കുക കേട്ടോ സുഹൃത്തുക്കളെ. Wow.